നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കിയ വേതന പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. അധ്യാപകരുടെ 15 മാസത്തെ ശമ്പള കുടിശ്ശികയിൽ 10 മാസത്തെ കുടിശ്ശിക ഉടൻ നൽകാൻ തീരുമാനമായി. വെള്ളിയാഴ്ച ക്ലാസുകൾ ഭാഗികമായി തുടങ്ങി. കുഞ്ചൻ സ്മാരകത്തിൽ ക്ലാസുകൾ നിർത്തിവെച്ചത് ശമ്പള കുടിശ്ശികയെ തുടർന്ന് അധ്യാപകർ കൂട്ടവധിയിൽ പ്രവേശിച്ചതോടെ. പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ അനധികൃത മണൽക്കടത്ത് വർദ്ധിക്കുന്നു. തൃത്താല ആനക്കരയിൽ പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനം പോലീസ് പിന്തുടർന്ന് പിടികൂടി. ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. മണൽ കൊള്ളയ്ക്കെതിരെ നടപടി കർശനമാക്കുമെന്ന് അധികൃതർ. മങ്കര ഞാവലൻകടവ് തടയണയ്ക്ക് സമീപം സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വർദ്ധിക്കുന്നതായി പരാതി. ഉപയോഗശൂന്യമായ പമ്പ് ഹൗസ് മദ്യപാനികളുടെ താവളമായി. പ്രദേശത്ത് രാത്രിയും പകലും പോലീസ് മിന്നൽ പരിശോധനകൾ നടത്തണമെന്ന് നാട്ടുകാർ. അമിത ജോലിഭാരത്തിനെതിരെ ലോക്കോ പൈലറ്റുമാർ പ്രക്ഷോഭത്തിലേക്ക്. ജൂൺ 1 മുതൽ പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിക്കും. ഷൊർണൂരിൽ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ദ്വൈവാർഷിക സമ്മേളനം. വാർത്തകൾ വിശദമായി. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാർ കൂട്ടവധിയിലേക്ക് കടന്നതോടെ പ്രവർത്തനം നിലച്ച ലക്കിടി കുഞ്ചൻ സ്മാരകത്തിലെ അധ്യാപകരുടെ വേതന പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. അധ്യാപകരുടെ 15 മാസത്തെ ശമ്പള കുടിശ്ശികയിൽ 10 മാസത്തെ ഉടൻ നൽകാൻ തീരുമാനം. വെള്ളിയാഴ്ച മുതൽ ക്ലാസുകൾക്ക് ഭാഗികമായി തുടക്കമായി. സ്മാരകത്തിന് സർക്കാർ ഫണ്ടിൽ നിന്നും ലഭിച്ച 10 ലക്ഷം രൂപയിൽ നിന്നാണ് ശമ്പളം നൽകുന്നത്. ശമ്പള കുടിശ്ശികയുടെ കാര്യത്തിൽ തീരുമാനമായതോടെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ വെള്ളിയാഴ്ച തുടങ്ങി. ഈ മാസം അവസാനം കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ അവസാന വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്തും. പരിശീലനം തുടരുന്ന വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് ഞായറാഴ്ച നടക്കുന്ന കുഞ്ചൻ ദിനത്തിനു ശേഷം തീരുമാനിക്കും. ഈ വർഷം പുതിയ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കേണ്ട കാര്യത്തിൽ തീരുമാനമായില്ലെന്ന് സെക്രട്ടറി M. നാരായണൻ നമ്പൂതിരി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ഷൊർണൂർ ബ്രാഞ്ച് ദ്വൈവാർഷിക സമ്മേളനം നടന്നു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രഭാത സായാഹ്ന ശാഖ ഹാളിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ KC ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ MS അശോകൻ അധ്യക്ഷത വഹിച്ചു. എൽദോ ഡേവിഡ് സ്വാഗതം പറഞ്ഞു. സംഘടനാ ഭാരവാഹികളായ U. ബാബുരാജ്, KS ശ്രീജു, P. ജഗേശൻ, KK കേശവൻ, RG പിള്ള, വിപിൻ ദാസ്, ജയേഷ് ശങ്കർ, AT ജിജു, വിനോദ് എന്നിവർ പ്രസംഗിച്ചു. രാത്രി ഡ്യൂട്ടികൾ 2 കുറയ്ക്കുക, ആഴ്ചയിൽ 1 ദിവസം വിശ്രമം അനുവദിക്കുക, ഡ്യൂട്ടി സമയം 10 മണിക്കൂറാക്കുക, 48 മണിക്കൂറിനുള്ളിൽ ഹെഡ്ക്വാർട്ടറിൽ എത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി ജൂൺ 1 തുടങ്ങുന്ന സമരത്തിന് മുന്നോടിയായാണ് സമ്മേളനം നടത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പോലീസ് കൈകാണിച്ച് നിർത്താതെ പോയ വാഹനം പിന്തുടർന്ന് പിടികൂടിയപ്പോൾ കണ്ടെത്തിയത് അനധികൃത മണൽ കടത്ത്. തൃത്താല ആനക്കരയിലാണ് സംഭവം. ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. വേനലിൽ പുഴ വറ്റി വരുന്നതോടെ അനധികൃത മണൽക്കടത്ത് വ്യാപകമായി. ലോറികളിലും ചെറുവാഹനങ്ങളുമായാണ് മണൽ കടത്തുന്നത്. തൃത്താല പോലീസിനെ വെട്ടിച്ച് കടത്താൻ ശ്രമിച്ച മണലാണ് പിടികൂടിയത്. ആനക്കര കുമ്പിടിയിൽ രാത്രികാല പരിശോധനയ്ക്കിടെ കൈകാണിച്ചിട്ടും നിർത്താതെ പോയ വാഹനം പിന്തുടർന്ന് പിടികൂടിയപ്പോഴാണ് മണൽക്കടത്ത് കണ്ടെത്തിയത്. ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. ചാക്കിൽ നിറച്ചായിരുന്നു അനധികൃത മണൽക്കടത്ത്. ഇത് മനസ്സിലാവാതിരിക്കാൻ ടാർപ്പായ കൊണ്ട് മൂടിയിരുന്നു. ഗ്രേഡ് SI ബാലൻ, SPO V. രതീഷ് എന്നിവരാണ് അനധികൃത മണൽക്കടത്ത് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഭാരതപ്പുഴയിലെ മങ്കര ഞാവലൻകടവിന് സമീപം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതായി പരാതി. ഈ പ്രദേശത്ത് രാത്രിയും പകലും പോലീസിന്റെ മിന്നൽ പരിശോധന ഉണ്ടാവണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. പകലും രാത്രിയുമൊക്കെ ഇവിടെ നിരവധി പേരാണ് മദ്യപിക്കാൻ എത്തുന്നതെന്നും മദ്യപിച്ച ശേഷം മദ്യക്കുപ്പികൾ പുഴയോരങ്ങളിലും പുഴയ്ക്ക് സമീപത്തുള്ള പമ്പ് ഹൗസിലുമായാണ് ഉപേക്ഷിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. പുഴയ്ക്ക് സമീപത്തുള്ള ഉപയോഗശൂന്യമായ പമ്പ് ഹൗസിനകത്ത് നിരവധി മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും നിറഞ്ഞിട്ടുണ്ട്. ഇവിടെയും മദ്യപാനം നടക്കുന്നതായും പരാതിയുണ്ട്. 1 മാസം മുൻപ് ഇവിടെ കോളേജ് വിദ്യാർത്ഥിനികളടക്കം സുഹൃത്തുക്കളും ഒന്നിച്ച് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി നിരവധി തവണ മങ്കര പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രദേശവാസികളുടെ പ്രധാന ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഞാവളിൻകടവിന് സമീപം പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു.
പത്തിരിപ്പാലം മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഞാവലിൻകടവ് കുടിവെള്ള പദ്ധതിയിൽ നിന്നും വിതരണം ചെയ്യുന്ന പൈപ്പ് റോഡിനടിയിൽ പൊട്ടി ജലം വ്യാപകമായി പാഴാകുന്നത്. സംഭവം അറിഞ്ഞിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നതാണ് പ്രദേശവാസികളുടെ പ്രധാന ആക്ഷേപം. മുള്ളൂർക്കര പഞ്ചായത്തിലെ ഇരുന്നലംകോട് കാഞ്ഞിരശ്ശേരി വനമേഖലയിൽ വൻ അഗ്നിബാധ. വ്യാഴാഴ്ച വൈകിട്ടോടുകൂടിയുണ്ടായ അഗ്നിബാധയിൽ പ്രദേശത്തെ അക്കേഷ്യ മരങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ചിലെ പൂങ്ങോട് സ്റ്റേഷൻ അതിർത്തിയിൽ ഉൾപ്പെട്ട പ്രദേശത്താണ് വ്യാപകമായ തോതിൽ അഗ്നിബാധയുണ്ടായത്. അഗ്നിരക്ഷാസേന വിഭാഗം എത്തിച്ചേർന്നെങ്കിലും കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതിനാൽ വാഹനം തിരിച്ചുപോയി. തീ ശമിപ്പിക്കുന്നതിനായി വെള്ളക്ഷാമം നേരിട്ടതും പ്രതിസന്ധിയായി. വനത്തിൽ വ്യാപകമായി കത്തിപ്പടർന്ന തീ ഇപ്പോഴും ശമിപ്പിക്കാനായിട്ടില്ല. സമീപ പ്രദേശങ്ങളിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പ്രദേശത്ത് വൻമരങ്ങൾ കരാറടിസ്ഥാനത്തിൽ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യമായ വനസമ്പത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് വനം വകുപ്പ് അധികൃതരുടെ നിഗമനം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരി വാഴാനി ഡാമിൽ കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഡാം റിസർവോയറിൽ നിന്ന് വെള്ളം കുടിച്ചു മടങ്ങുന്ന കൊമ്പന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കഴിഞ്ഞ ദിവസം വാഴാനി ഡാമിലെത്തിയ വിനോദസഞ്ചാരികളിൽ ആരോ പകർത്തിയതാണ് ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം വാഴാനി മേഖലയിൽ കാട്ടാന സാന്നിധ്യം തുടർക്കഥയാവുന്നതിൽ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്താറുള്ള വാഴാനി അണക്കെട്ടിന് സമീപം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ആശങ്കയോടെയാണ് പ്രദേശവാസികൾ നോക്കിക്കാണുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് വ്യത്യസ്ത പയർവർഗ്ഗങ്ങൾ വിളയിച്ച് ശ്രദ്ധ നേടുകയാണ് വല്ലപ്പുഴയിലെ യുവ കർഷകൻ സവാദ് കൊച്ചു. ഉഴുന്ന്, ചെറുപയർ, എള്ള്, കുറ്റിപ്പയർ എന്നീ ഇനങ്ങളുടെ കൃഷിയിലാണ് ഈ യുവ കർഷകൻ പൊന്നു വിളയിച്ചത്. പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്യണമെന്ന മോഹത്തോടെയാണ് വല്ലപ്പുഴ ചെറുകോട് സ്വദേശി സവാദ് കൊച്ചു ഇത്തവണ ഉഴുന്ന്, ചെറുപയർ, എള്ള്, കുറ്റിപ്പയർ തുടങ്ങിയ ഇനങ്ങളുടെ കൃഷി ഇറക്കിയത്. വല്ലപ്പുഴ 16-ാം വാർഡിലെ കൊയ്ത്തു കഴിഞ്ഞ പാടത്താണ് കൃഷി ഇറക്കിയത്. വല്ലപ്പുഴ കൃഷിഭവന്റെ സഹായത്താൽ ഉഴുന്ന്, ചെറുപയർ എന്നീ ഇനങ്ങളുടെ വിത്ത് ലഭ്യമായി. എള്ള് വിത്തും ലഭിച്ചതോടെ കൃഷി ഇറക്കി. 2 മാസത്തെ പരിശീലനത്തിന് ശേഷം വിളവെടുത്തപ്പോൾ വിജയം 100 മേനി. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് എള്ള്, ഉഴുന്ന്, ചെറുപയർ, കുറ്റിപ്പയറാണ്. അപ്പോൾ നെല്ല് വിളവെടുത്ത പാടത്ത് നമ്മളൊന്ന് ട്രാക്ടർ കൊണ്ട് പൂട്ടിയിട്ട് ഇതൊക്കെ കൊണ്ട് വിതച്ചതാണ്. അപ്പോൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് ഉഴുന്നിൻ്റെയും ചെറുപയറിൻ്റെയൊക്കെ വിത്ത്. പിന്നെ കുറ്റിപ്പയറിൻ്റെ വിത്ത് നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ എള്ള് നമ്മളൊരു സുഹൃത്ത് കായംകുളം ഒണ്ണാട്ടുകര എള്ള് പറഞ്ഞിട്ട് അവിടുന്ന് അയച്ചു തന്നതാണ് കൊറിയറായിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് വിതച്ചു. എന്നാലും പാലക്കാട് ഒരു തുള്ളി വേനൽ മഴ പോലും കിട്ടിയിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിളവ് കിട്ടിയതാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തെന്ന് മാത്രം. 1 ഏക്കർ പാടത്താണ് ഈ 4 ഇനങ്ങളും കൃഷി ചെയ്ത്. എന്നും പുലർച്ചെയും വൈകുന്നേരവും വെൽഡിംഗ് ജോലിക്കിടയിൽ ലഭിക്കുന്ന ഒഴിവ് സമയങ്ങളിലുമാണ് കൃഷി പരിപാലനം. നെൽകൃഷി ചെയ്യാത്ത സമയങ്ങളിൽ പാടങ്ങളിൽ ചെണ്ടുമല്ലി കൃഷിയും സവാദ് നടത്തി വരാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ യുവ കർഷക അവാർഡിനും സവാദ് കൊച്ചു അർഹനായിട്ടുണ്ട്. വല്ലപ്പുഴ കൃഷിഭവന്റെ സഹായവും സവാദിൻ്റെ കൃഷിക്ക് ലഭിക്കുന്നുണ്ട്. സവാദിൻ്റെ കുടുംബവും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. നിരവധി രേഖകളും മൊബൈൽ ഫോണുകളും അടങ്ങിയ ബാഗ് മോഷ്ടിച്ച യുവാവിനെ തൃശൂർ പാവറട്ടി പോലീസ് പിടികൂടി. ഇരിങ്ങപ്പുറം സ്വദേശി 27 വയസ്സുള്ള നകുൽകുമാറാണ് അറസ്റ്റിലായത്. താമരപ്പള്ളിയിൽ വെച്ചാണ് വിലപ്പെട്ട രേഖകളും 2 മൊബൈൽ ഫോണുകളും ATM കാർഡുകളും അടങ്ങിയ ബാഗ് പ്രതി മോഷ്ടിച്ചത്. താമരപ്പള്ളി അംഗനവാടിക്കടുത്തു വെച്ച് ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് ബാഗ് മോഷണം പോയത്. മോഷണം നടത്തിയ ATM കാർഡ് ഉപയോഗിച്ച് മോഷ്ടാവ് അരിയന്നൂരിലുള്ള കനറ ബാങ്ക് ATMൽ കയറി പണം പിൻവലിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ വിവരങ്ങൾ ശേഖരിക്കുന്നതോടൊപ്പം കളവ് പോയ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മോഷണം പോയ ഒരു മൊബൈലും മറ്റെല്ലാ രേഖകളും പോലീസ് കണ്ടെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നടൻ ജയറാമിന്റെ മകൾ മാളവിക വിവാഹിതയായി. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. പാലക്കാട് സ്വദേശി നവനീത് ഗിരീഷാണ് വരൻ. UK-യിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് വരൻ പാലക്കാട് സ്വദേശിയായ നവനീത് ഗിരീഷ്. ഇരുവരുടെയും കുടുംബാംഗങ്ങളും നടൻ സുരേഷ് ഗോപിയും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഈ വർഷം ജനുവരിയിൽ കുടകിൽ വെച്ച് മാളവികയുടെയും നവനീതിൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു.
നെന്മാറ കീഴേപ്പാട്ട് കുടുംബാംഗമായ ഗിരീഷ് മേനോൻ്റെയും വത്സലയുടെയും മകനാണ് നവനീത് ഗിരീഷ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രസിദ്ധ കർണാടക സംഗീതജ്ഞൻ മങ്ങാട് കെ നടേശൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ അടക്കമുള്ള ഗുരുനാഥന്മാരിൽ നിന്ന് സംഗീതം അഭ്യസിച്ചു. ആകാശവാണിയിൽ ജോലി ലഭിച്ചതോടെയാണ് തൃശൂരിൽ താമസമാക്കിയത്. കൊല്ലം മാങ്ങാട് സ്വദേശിയാണ്. 2016 സംസ്ഥാന സർക്കാർ സ്വാതി സംഗീത പുരസ്കാരം നൽകി ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമി കലാരത്ന ഫെലോഷിപ്പ്, സംഗീത കലാ ആചാര്യ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കിയ വേതന പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. അധ്യാപകരുടെ 15 മാസത്തെ ശമ്പള കുടിശ്ശികയിൽ 10 മാസത്തെ കുടിശ്ശിക ഉടൻ നൽകാൻ തീരുമാനമായി. വെള്ളിയാഴ്ച ക്ലാസുകൾ ഭാഗികമായി തുടങ്ങി. കുഞ്ചൻ സ്മാരകത്തിൽ ക്ലാസുകൾ നിർത്തിവെച്ചത് ശമ്പള കുടിശ്ശികയെ തുടർന്ന് അധ്യാപകർ കൂട്ടവധിയിൽ പ്രവേശിച്ചതോടെ. പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ അനധികൃത മണൽക്കടത്ത് വർദ്ധിക്കുന്നു. തൃത്താല ആനക്കരയിൽ പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനം പോലീസ് പിന്തുടർന്ന് പിടികൂടി. ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. മണൽ കൊള്ളയ്ക്കെതിരെ നടപടി കർശനമാക്കുമെന്ന് അധികൃതർ. മങ്കര ഞാവലിൻകടവ് തടയണയ്ക്ക് സമീപം സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വർദ്ധിക്കുന്നതായി പരാതി. ഉപയോഗശൂന്യമായ പമ്പ് ഹൗസ് മദ്യപാനികളുടെ താവളമായി. പ്രദേശത്ത് രാത്രിയും പകലും പോലീസ് മിന്നൽ പരിശോധനകൾ നടത്തണമെന്ന് നാട്ടുകാർ. അമിത ജോലിഭാരത്തിനെതിരെ ലോക്കോ പൈലറ്റുമാർ പ്രക്ഷോഭത്തിലേക്ക്. ജൂൺ 1 മുതൽ പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിക്കും. ഷൊർണൂരിൽ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ദ്വൈവാർഷിക സമ്മേളനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.